മക്കളെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇവൻ പന്നിയോ പിതാവോ? ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും മകന്റെ ഭാര്യയെയും കൊച്ചുമക്കളെയും വീടിന് തീവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഹമീദ് എന്ന ആ മനുഷ്യമൃഗത്തിന് കോടതി ഇന്ന് വധശിക്ഷ വിധിച്ചു എന്നറിഞ്ഞ് നാട്ടുകാർ ആശ്വാസം കൊണ്ട് നെടുവീർപ്പിട്ടു. വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും ടാങ്കിലെ വെള്ളം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞും രക്ഷാപ്രവർത്തനം പോലും നടത്തരുത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ച കൊലപാതകമാണ് പ്രതി നടത്തിയത്. മകനും കുടുംബവും അഗ്നിക്ക് ഇരയായതിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്തപ്പോൾ പ്രതി ഹമീദ് ഒരു മനസ്താവവുമില്ലാതെ പോലീസുകാരോട് ചോദിച്ചു, എല്ലാവരും തീർന്നോ സാറേ എന്ന്. ഈ ക്രൂരതയുടെ ആഴം തന്നെയാണ് ആ 82 വയസ്സുകാരനായ പ്രതിയുടെ പ്രായം പോലും പരിഗണിക്കാതെ വധശിക്ഷ വിധിക്കുന്നതിലേക്ക് കോടതിയെ നയിച്ചത്. സ്വത്തിൻ്റെ പേരിൽ സ്വന്തം മകനോടും കുടുംബത്തോടുമുള്ള ഹമീദിൻ്റെ തീരാപ്പകയുടെ ബാക്കിയായിരുന്നു ചീനിക്കുഴി കൂട്ടക്കൊല. മകന് ഇഷ്ടദാനം നൽകിയ 56 സെന്റ് പുരയിടം തിരികെ വേണമെന്നുള്ള വാശിയിൽ ആലിയെക്കുന്നേൽ ഹമീദ് ചുട്ടുകൊന്നത് സ്വന്തം മകനെയും മരുമകളെയും 2 പേരക്കുട്ടികളെയും ആയിരുന്നു. 2022 മാർച്ച് 19 നാടിനെ ഞെട്ടിച്ച ആ കൂട്ടക്കൊല. ഒടുവിൽ 3 വർഷങ്ങൾക്ക് ശേഷം കേസിൽ ഹമീദ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ചീനിക്കുഴിയിൽ പലചരക്ക് കട നടത്തിയിരുന്ന മുഹമ്മദ് ഫൈസൽ 45 വയസ്സ്, ഭാര്യ ഷീബ 45, മക്കളായ മെഹർ 16, അസ്ന 14 എന്നിവരെയാണ് ഫൈസലിൻ്റെ 82-കാരനായ പിതാവ് ഹമീദ് വീടിന് തീയിട്ട് കൊലപ്പെടുത്തിയത്. മകനും കുടുംബവും ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്ന് കരുതി എല്ലാ ആസൂത്രണത്തോടെയുമാണ് ഹമീദ് ആ കൊല നടത്തിയത്. രക്ഷപ്പെടുവാനായി ഫൈസലും മക്കളും അലറി വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ അയൽക്കാർ ഓടിയെത്തി തീയണച്ചപ്പോഴേക്കും കുളിമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് 4 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ചീനിക്കുഴിയിൽ മെഹ്റിൻ സ്റ്റോഴ്സ് എന്ന പേരിൽ പലചരക്ക് കട നടത്തുകയായിരുന്നു മുഹമ്മദ് ഫൈസൽ. കൊലപാതകം നടന്ന വീടുൾപ്പെടുന്ന 58 സെന്റ് പുരയിടം വർഷങ്ങൾക്ക് മുമ്പ് ഹമീദ് ഫൈസലിന് ഇഷ്ടദാനം എഴുതി നൽകിയിരുന്നു. മരണം വരെ ആദായവും ചെലവിനും നൽകണമെന്ന് നിബന്ധനയും ഉണ്ടായിരുന്നു. എന്നാൽ 3 നേരം മീനും ഇറച്ചിയും അടങ്ങുന്ന ഭക്ഷണം നൽകുന്നില്ലെന്നാരോപിച്ച് ഹമീദ് വഴക്കിടുമായിരുന്നു. മകന്റെ പക്കൽ നിന്ന് സ്വത്ത് തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾ തൊടുപുഴ മുൻസിഫ് കോടതിയിൽ കേസും നൽകി. ജീവിത ചെലവിന് പണം ആവശ്യപ്പെട്ട് കുടുംബ കോടതിയിലും കേസ് കൊടുത്തു. സ്ഥലം തിരികെ നൽകിയില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് എല്ലാത്തിനെയും തീവെച്ച് കൊല്ലുമെന്ന് ഹമീദ് ഭീഷണിപ്പെടുത്തിയതായി ഫൈസൽ 2022 ഫെബ്രുവരി 25 കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിനുശേഷം ഫൈസലും ഭാര്യയും 2 മക്കളും വീടിൻ്റെ ഒറ്റമുറിയിലായിരുന്നു താമസം. ഹമീദ് മറ്റൊരു മുറിയിലും. വർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിപ്പോയ ഹമീദ് പല സ്ത്രീകൾക്കൊപ്പവും മാറി മാറി താമസിച്ചിരുന്നു. 20 വർഷത്തോളം മറ്റൊരു സ്ത്രീക്കൊപ്പം ഇടുക്കി കരിമനലിൽ താമസിച്ചിരുന്ന ഹമീദ് 2019 തിരികെ നാട്ടിലെത്തിയത്. തുടർന്നാണ് മകൻ ഫൈസലിനൊപ്പം താമസം ആരംഭിച്ചത്. സ്വന്തം പേരിൽ 65 സെന്റ് സ്ഥലവും ബാങ്കിൽ 4 ലക്ഷത്തോളം രൂപ നിക്ഷേപവും ഉണ്ടായിരിക്കവെയാണ് ഹമീദ് തങ്ങൾക്കെതിരെ കേസ് കൊടുത്തതെന്ന് മറ്റൊരു മകനായ ഷാജി പറഞ്ഞിരുന്നു. മക്കൾ പരിചരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഹമീദ് മനുഷ്യാവകാശ കമ്മീഷനിലടക്കം പരാതി നൽകിയിരുന്നു. സ്വത്ത് തിരികെ കിട്ടുവാനായി കോടതിയിലും പോലീസ് സ്റ്റേഷനുകളിലും നിരവധി പരാതികൾ നൽകിയിരുന്നു. എന്നാൽ കമ്മീഷൻ നേരിട്ടെത്തി നടത്തിയ അന്വേഷണത്തിൽ ഹമീദിന് വീട്ടിൽ യാതൊരു പ്രയാസവുമില്ലെന്നും താമസ സൗകര്യവും ഭക്ഷണവും വസ്ത്രവുമെല്ലാം ലഭിക്കുന്നുണ്ടെന്നും അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. അപ്രകാരം റിപ്പോർട്ടും കൊടുത്തു. പക്ഷേ അതിനുശേഷവും സ്വത്തിൻ്റെ പേരിൽ ഹമീദിൻ്റെ പക അവസാനിച്ചിരുന്നില്ല. എല്ലാ ദിവസവും ഇറച്ചിയും മീനും വേണമെന്നായിരുന്നു ഹമീദിൻ്റെ നിർബന്ധം. പുരയിടവും സ്വത്തും തിരികെ എഴുതി നൽകിയില്ലെങ്കിൽ എല്ലാവരെയും തീവെച്ച് കൊല്ലുമെന്നും ഹമീദ് ഭീഷണി മുഴക്കിയിരുന്നു. അവസാന കാലം വരെ തനിക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്നും ജയിലിൽ ഇപ്പോൾ എന്നും മട്ടനുണ്ടെന്നും അതിനാൽ അതിനുള്ള വഴി താൻ നോക്കുമെന്നും ഹമീദ് നേരത്തെ നാട്ടുകാരോട് പറഞ്ഞിരുന്നു അത്രേ. സംഭവ ദിവസവും ഹമീദ് വീട്ടിൽ വഴക്കുണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മകനെയും കുടുംബത്തെയും വകവരുത്തുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തത്. ചീനിക്കുഴി ഭാഗത്ത് പെട്രോൾ പമ്പുകളില്ലാത്തതിനാൽ ഫൈസൽ പലചരക്ക് കടയിൽ പെട്രോൾ കുപ്പികളിലാക്കി വിൽപ്പന നടത്തിയിരുന്നു. ഇതിനായി വീട്ടുമുറ്റത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പികളാണ് ഹമീദ് കൃത്യം നടത്തുവാനുള്ള ആയുധമാക്കി മാറ്റിയത്. ആരുമില്ലാത്ത സമയത്ത് രാത്രി ഹമീദ് ഈ പെട്രോൾ കുപ്പികളിൽ തിരിയിട്ട് പെട്രോൾ ബോംബുകളാക്കി. ഇത്തരത്തിൽ 10ലധികം പെട്രോൾ ബോംബുകൾ തയ്യാറാക്കി രഹസ്യമായി സൂക്ഷിച്ചു വെച്ചു. തുടർന്ന് എല്ലാവരും
ഉറങ്ങിയെന്ന് ഉറപ്പായതോടെ അടുത്ത ഘട്ടത്തിലേക്ക് ഇയാൾ കടന്നു. തീപിടിച്ചാൽ വേഗം അണയ്ക്കാതിരിക്കുവാനും ആരും രക്ഷപ്പെടാതിരിക്കുവാനും വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി. ഇതിനായി പൈപ്പ് കണക്ഷൻ വിച്ഛേദിച്ചു. വാട്ടർ ടാങ്കിലെ മുഴുവൻ വെള്ളവും ഒഴുക്കിക്കളഞ്ഞു. തുടർന്നാണ് ഫൈസലും കുടുംബവും കിടന്നുറങ്ങിയ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയത്. വീട്ടിലെ മറ്റു വാതിലുകളും അടച്ച് ഇയാൾ പുറത്തുനിന്ന് പൂട്ടി പുറത്തിറങ്ങി. തുടർന്നാണ് വീട്ടിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. തീ ആളിപ്പടരാനായി നേരത്തെ തയ്യാറാക്കിയ പെട്രോൾ കുപ്പികൾ ഓരോന്നായി വീടുകളിലേക്കും ഫൈസലിൻ്റെ മുറിയിലേക്കും വലിച്ചെറിഞ്ഞു. ഇതിനിടെ ഫൈസലിൻ്റെ മകൾ മെഹർ അയൽക്കാരനായ രാഹുലിനെ വിളിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ഓടിവായോ അങ്കിളെ, ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് മെഹർ ഫോണിലൂടെ കരഞ്ഞു പറഞ്ഞത്. ഇത് കേട്ടയുടൻ രാഹുൽ വീട്ടിൽ നിന്ന് താഴെയുള്ള ഫൈസലിൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തി. ഹമീദ് അടച്ചുപൂട്ടിയ മുൻവശത്തെ വാതിൽ ചവിട്ടി തുറന്ന് അകത്തെത്തി. അപ്പോഴും തീ ആളിക്കത്തുകയായിരുന്നു. വീട്ടിലാകെ പെട്രോളിൻ്റെയും പുകയുടെയും രൂക്ഷഗന്ധം. എന്നിട്ടും ധൈര്യം കൈവിടാതെ കിടപ്പുമുറി ചവിട്ടി തുറന്ന് ഈ സമയം പിൻവാതിൽ വഴിയെത്തിയ ഹമീദ് പെട്രോൾ നിറച്ച 2 കുപ്പികൾ കൂടി രാഹുലിൻ്റെ പിറകിലൂടെ അകത്തേക്ക് എറിഞ്ഞു. മുറിയിലെ ബെഡിന് തീപിടിച്ച് ആളിക്കത്തി. ഇതോടെ പ്രാണരക്ഷാർത്ഥം കുളിമുറിയിൽ കയറിയ 4 കുടുംബത്തെ രക്ഷിക്കുവാൻ കഴിയാതെ പോയി. തീ ആളിപ്പടരുമ്പോൾ രക്ഷയ്ക്കായി കേഴുന്ന അവരുടെ ശബ്ദം മാത്രമാണ് രാഹുലിന് പിന്നീട് കേൾക്കാനായത്. ഇതിനിടെ ഹമീദ് രാഹുലിനെ തള്ളിയിടുവാനും ശ്രമിച്ചു. തിരികെ തള്ളിയതോടെ ഹമീദ് പുറത്തേക്ക് ഓടി. രാഹുലിൻ്റെ വീട്ടുകാരാണ് മറ്റുള്ളവരെ വിളിച്ചുകൂട്ടി തുടർന്നുള്ള രക്ഷാപ്രവർത്തനം നടത്തിയത്. പുറത്തുനിന്ന് പൈപ്പിട്ട് വെള്ളമൊഴിച്ച് തീ കെടുത്തിയപ്പോഴേക്കും ഫൈസലും പെൺകുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബം മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഇരു കൈകളിലും മക്കളെ ചേർത്ത് പിടിച്ച രീതിയിലായിരുന്നു ഫൈസലിൻ്റെ മൃതദേഹം. മഞ്ചിക്കല്ലിൽ പുതിയ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്തുവാനുള്ള തയ്യാറെടുപ്പുകൾക്കിടെയാണ് ഫൈസലിനെയും കുടുംബത്തെയും പിതാവ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. പിതാവ് ഹമീദുമായി പ്രശ്നങ്ങൾ നിലനിന്നത് മൂലമാണ് ഭാര്യ ഷീബയുടെ പേരിൽ മഞ്ചിക്കല്ലിൽ ഫൈസൽ സ്ഥലം വാങ്ങി വീട് നിർമ്മാണം ആരംഭിച്ചത്. ഏപ്രിൽ ആദ്യം തന്നെ വീട്ടിലേക്ക് മാറി താമസിക്കാവുന്ന രീതിയിൽ അതിവേഗത്തിലായിരുന്നു ഭവന നിർമ്മാണം. വെറും 6 ദിവസത്തെ ജോലികൾ മാത്രമാണ് പുതിയ വീടിന് അവശേഷിച്ചിരുന്നത്. പുതിയ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അടക്കം വീട്ടിൽ വാങ്ങിയിരുന്നു. വീട്ടിലേക്കുള്ള ഫർണിച്ചറായി ഒരു ഡിസൈനിങ് ടേബിൾ മാത്രമാണ് പണിയുവാൻ ബാക്കിയുണ്ടായിരുന്നത്. പഴയ വീട്ടിൽ നിന്ന് ഒന്നും എടുക്കുന്നില്ലെന്നും ബന്ധുക്കളോട് ഫൈസൽ പറഞ്ഞിരുന്നു. എന്നാൽ അവിടേക്ക് കൂടുമാറും മുൻപ് തന്നെ വിധി അവരെ തിരികെ വിളിച്ചു. പഠിച്ചു വലുതായി വലിയ ജോലിയൊക്കെ നേടണമെന്നായിരുന്നു മെഹറിൻ്റെയും അസ്നയുടെയും ആഗ്രഹം. പഠനത്തിൽ മാത്രമല്ല കലാ പ്രവർത്തനങ്ങളിലും ആയോധന കലയിലും അവർ മിടുക്കരായിരുന്നു. പക്ഷേ ലോകത്തെ അറിയാൻ ആഗ്രഹിച്ച ആ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ കൂടിയാണ് മുത്തച്ഛൻ്റെ പകയിൽ കത്തിച്ചാമ്പലായത്. മുറിക്കുള്ളിൽ പാതി കത്തി ബാക്കിയായ അവരുടെ പാഠപുസ്തകങ്ങളും കാലിലണിഞ്ഞ ആ കൊലുസുകളും കളിപ്പാട്ടങ്ങളും നാട്ടുകാർക്ക് ഇന്നും ഒരു നോവായി അവശേഷിക്കുന്നു. തൊടുപുഴ APJ അബ്ദുൽ കലാം ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനിയായിരുന്നു മെഹർ. കൊടുവേലി സാൻ ജോസ് CMI പബ്ലിക് സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അസ്ന. മുത്തച്ഛനും വാപ്പയുമായി എന്നും വഴക്കായിരുന്നതിനാൽ പുതിയ വീട്ടിലേക്ക് മാറുന്നതിൻ്റെ ആശ്വാസത്തിലായിരുന്നു ആ 2 പെൺകുഞ്ഞുങ്ങൾ. എന്നാൽ വിധി അവരെ അതിന് അനുവദിച്ചില്ല. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് വധശിക്ഷ വിധിച്ചത്. കൂടാതെ പ്രതി 10 വർഷം കഠിന തടവ് ശിക്ഷ അനുഭവിക്കുന്നതിനൊപ്പം 5 ലക്ഷം രൂപ പിഴ ഒടുക്കുവാനും കോടതി ഉത്തരവിട്ടു. ഹമീദ് കുറ്റക്കാരനാണെന്ന് നേരത്തെ തൊടുപുഴ അഡീഷണൽ ജില്ലാ കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് വാദം പൂർത്തിയായ കേസിൽ ഇന്ന് പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള അസുഖങ്ങളുണ്ടെന്നും പ്രതി ഹമീദ് കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയായിരുന്നു. 4 പേരെ ജീവനോടെ കത്തിച്ചയാളാണ് പ്രതി. നിഷ്കളങ്കരായ 2 കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിട്ടില്ല. പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഇത് സംഭവമായിരുന്നു ഇതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ മറ്റൊരു വാദം. 71 സാക്ഷികളെ വിസ്തരിച്ച ശേഷമാണ് വാദം പൂർത്തിയായത്. സംഭവത്തിന് ദൃക്സാക്ഷികൾ ഉൾപ്പെടെയുള്ള മൊഴികൾ പ്രോസിക്യൂഷന് അനുകൂലമായിരുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.